നമസ്കാരം. പള്ളിക്കീഴ് മടത്തിക്കുട്ടിയിൽ ഭദ്രാക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യദർശിയാണ് രായപ്പൻ മാഷ്. നമസ്കാരം. നമസ്കാരം. എന്തെങ്കിലും പറയാനുണ്ടോ മാഷിന്? എനിക്ക് പറയാനുണ്ട്. 800 വർഷങ്ങൾക്ക് മുൻപ് പഴക്കമുള്ള ദേവീക്ഷേത്രമായത്. തിളച്ചിരിക്കുന്ന പായസം കൈകൊണ്ട് കോരി എറിയുന്ന ഒരു ഞാൻ കേട്ടിട്ടുണ്ട്. തിളച്ചിരിക്കുന്ന പായസം കൈകൊണ്ട് കോരി എറിയുന്ന ഒരു സ്ഥലമാണ്. കറക്റ്റ് കാര്യം പറഞ്ഞു. 18 മലയ്ക്ക് മുന്തിച്ച മല മങ്കമ്മൂല മാളിപ്പുറത്തമ്മ ഇരിക്കുന്ന ഒരു സ്ഥലമായത്. പിന്നെ കലാകാരന്മാരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പൊ രംഭാദേവി എന്ന് പറയുന്ന പുള്ളിയെ പ്രകൽപ്പിച്ചു കൊണ്ടുപോകുന്നൊരു സ്ഥലമായി കാവാലൻ രംഭാം. ഞാൻ രംഭാമ്മയുടെ കൊച്ചുമല്ലേ ശ്യാമിന്റെ പാട്ട് ഷൂട്ട് ചെയ്തു. ശ്യാമിന്റെ പേര് അപ്പൊ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടത്തെ ഈ വല്യച്ഛൻ എന്ന് പറയുന്ന കാവാലം രംഭാമ്മയുടെ വല്യച്ഛനാണ് ആദ്യത്തെ ഒരു തലമുറയ്ക്ക് മുന്നിലുള്ളത്. മടത്തിക്കുട്ടിയിൽ ശ്രീ ഭദ്രാക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ 41 ഉണ്ട്, 3 ഡേറ്റ് ഉണ്ട്. ആ 3 ഡേറ്റിലാണ് ഇവിടെ തിളച്ച പായസം കൈകൊണ്ട് വാരി എറിയുന്ന ഒരു ചടങ്ങുള്ളതാണ്. കാരണം അത്രയ്ക്ക് ശക്തിയുള്ളൊരു ക്ഷേത്രമാണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഇവിടെ വന്നത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ കാര്യദർശി എന്ന് പറഞ്ഞ ഈ രായപ്പൻ മാഷ് ഇവിടുത്തെ കാവാലം എന്ന് പറയുന്ന നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഭജന ആശാനാണ്. അപ്പം എന്ന് പറയാം. അല്ലെ, ഞാൻ അറിഞ്ഞ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ആശാൻ ഒരു ഗാനം ആലപിക്കാം. ഞങ്ങളെ കാക്കുന്ന ദേവിയമ്മേ അമ്മേ തരുതിരിക തുമി കൽവിളക്കിന്തിരി എരിഞ്ഞടങ്ങുവാൻ നേരമായോ അയ്യപ്പൻ കാവിലമ്മേ ഞങ്ങളെ കാക്കുന്ന ദേവിയമ്മേ. ആയിരം ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി ഞാൻ നിന്മലർവാടിയിൽ വന്നവൻ ഞാൻ. ആയിരം ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി ഞാൻ നിന്മലർവാടിയിൽ വന്നവൻ ഞാൻ. ഏകനായി തീർത്തതന്തേ എന്നെ ഇരുളിൽ തള്ളിയതന്തേ അയ്യപ്പൻ കാവിലമ്മേ ഞങ്ങളെ കാക്കുന്ന ദേവിയമ്മേ. കത്തുന്ന വേനലിൽ ചൂടലയിൽ നിൽക്കുമീ നിത്യനിരാശകൻ ഞാനമ്മേ. കൈവിട്ടതേ എന്നെ ഇരുളിൽ തള്ളിയതന്തേ അയ്യപ്പൻ കാവിലമ്മേ ഞങ്ങളെ കാക്കുന്ന ദേവിയമ്മേ.